ഇത് ഛത്തീസ്ഗഡിലെ തിരാങ്ക ഉറാബൻ പാർക്ക്. കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് KSRTCയിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ റിച്ചുള്ള പിള്ളേരുടെ, ഇവിടുത്തെ ജോലിക്കുള്ള പ്രധാനപ്പെട്ട കുട്ടികളുടെ ഗ്രൗണ്ടാണ്. ഞാനിവിടെ KSRTCയിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ KSRTCയിലോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുള്ള പോലെ നാരങ്ങ കച്ചവടമൊക്കെ ചെയ്യുന്ന ചേട്ടന്മാർ. ഇതാണ് ഇതിൻ്റെ KSRTCയുടെ ഇതുവഴിയുള്ള എൻട്രൻസ്. ഇവിടുത്തെ KSRTC ഒക്കെ നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ നമ്മുടെ അവിടെ വലിയ മെച്ചമൊന്നും പറയാനില്ല. നമ്മളെയൊക്കെ എറണാകുളത്തെ KSRTC ഒക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ചിലയിടത്തുള്ള. ഇവിടെയും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യമൊക്കെ വണ്ടികളൊക്കെ നമ്മുടെ അവിടുത്തെ കാലും മോശമെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ മോശമായിരിക്കണതിൽ കാര്യമില്ല, കാരണം കുറച്ച് ആൾക്കാർ റിച്ചുള്ളൂ. കേരളത്തിനെ സംബന്ധിച്ച് അതല്ലല്ലോ. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് ഏകദേശം 90% ആൾക്കാർ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടുള്ളവരാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇപ്പോഴും ഒരു 65% മനുഷ്യരും എന്താ പറയുക, ദരിദ്രരാണ്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണ്. ഇതാണ് ഇവിടുത്തെ KSRTCയുടെ എൻട്രൻസിലുള്ള ആൽമരം. ഇതാണ് ഇവിടുത്തെ KSRTC. കണ്ടു. ഞാനിവിടെ നിന്ന് ബസ് കയറാൻ പോവുക. സെക്കൻഡ് നമ്പർ 83-ലോ 84-ലോട്ടോ അവിടെയാണ് ഹോട്ടലെടുത്ത് താമസിക്കുക. ഇതാണ് KU, നമ്മുടെ അവിടുത്തെ KSRTC പോലെ. ഇവിടുത്തെ അതിനെന്താ പറയണതെന്ന് എനിക്കറിയില്ല, എന്താണ് എഴുതിയിരിക്കണതെന്നും എനിക്കറിയില്ല. അതുപോലത്തെ സ്ഥലമാണ്. ബസ് കിടപ്പുണ്ട്, നോക്കട്ടെ. എയർപോർട്ടിലോട്ടുള്ള ബസ്സാണെങ്കിൽ കയറാം. എന്താ പറയുക, ഇതാണ്. ഇവിടെ ഡിജിറ്റൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ബസ് റൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ നമ്പറാണ്. എന്തോ ഡിജിറ്റൽ രീതിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റു രീതിയിൽ